ഇങ്ങനെ കുടിക്കേണ്ട, ഇങ്ങനെ കുടിക്കഴിഞ്ഞാൽ നിന്റെ ഭൂമും വാടും കുടുംബവും തരും. അതായത് കുടുംബം തരാനല്ല, ഇത് കുടുംബം രക്ഷപ്പെടാനാണ്. കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള കുപ്പി ഇറങ്ങിയാണ്. അയ്യോ ഇത് കുപ്പിയല്ല, മാല, അത്ഭുതമാല. വാ ഇന്നലെ ടിവിയിൽ പൂജിച്ച ഒരു അത്ഭുതമാല കുറിച്ച് കാണിക്കാനുണ്ട്. ഇത് വാങ്ങിച്ച് കഴുത്തിലിട്ട നമ്മളെ പ്രശ്നമെല്ലാം തിരിച്ച് കോടീശ്വരനാവുമെന്ന്. കോടീശ്വരനാവും. ഈ മാല വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവന്മാര് കോടീശ്വരനാവാൻ വേണ്ടിട്ടല്ലേ നിന്നെയൊക്കെ പോലുള്ളവന്മാർക്ക് മാല വിൽക്കുന്നത്. ഇവനെ പോലുള്ളവന്മാർക്ക് ഒരു മാല വാങ്ങി കഴുത്തിലിട്ടിട്ട് അവന്മാർക്ക് അങ്ങനെയാണെങ്കിൽ കോടീശ്വരനായ പോലെ. അല്ല നമ്മളെ പോലുള്ള പാവപ്പെട്ടവന്മാർ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിട്ടാരി അവന്മാർക്ക് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കണം. ഒരു സേവനം. സേവനം. പണ്ട് നീ ഇതുപോലെ ഒരു സാധനം കുഴിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. ഇപ്പൊ എന്തിനായി? എന്നിട്ട് ഇപ്പൊ എന്തിനായി? അന്നാ അത് അവളെ വീട് വൃത്തിയാക്കിയപ്പോൾ തൂത്തുവരെ ദൂരാക്കാൻ ചെയ്യും. ഇല്ലെങ്കിൽ നീ ഇപ്പൊ അമ്പാടിയായി മാറിയ. അപ്പൊ അണ്ണ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനത്തെ അത്ഭുതമാണെന്ന് ഇല്ലെന്നാ. നമ്മുടെ സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും കൈകാലത്ത് അടിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധനമന്ത്രി ഇതുപോലൊരു മാല വാങ്ങി കഴുത്തിലിട്ട് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒതുക്കിയാ പറയാം. അണ്ണാ ഇതൊക്കെ ഉടായ്പാണെങ്കിലേ ദിവസം എത്ര മാലകളാണെന്ന് അയ്യോമാര് വിചാരിക്കണം. നിന്നെയൊക്കെ പോലുള്ള വിവരം കെട്ടവന്മാര് ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ഉടായ്പകൾ തഴച്ചു വളരും. അണ്ണാ എന്നെ പോലുള്ളവർ മാത്രമല്ല, വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലെ ഈ മാലയും മോതിരമൊക്കെ വാങ്ങിച്ചിടുന്നുണ്ട്. അതിനാണ് പറയണത്, വിദ്യാഭ്യാസം മാത്രം പോരാ, ലോകം മാറി മറിയുന്നത് അറിയുക കൂടി വേണം. ഇതുപോലുള്ള അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ഇവിടെ നിന്ന് 3 മലയാളികൾ അങ്ങ് അരുണാചൽ പ്രദേശിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു. അത് ഞാനും അറിഞ്ഞു. അതൊരു പെൺകുട്ടി ടീച്ചർ ആയിരുന്നില്ല അണ്ണാ. അതല്ല, 3 പേരും കൂടെ പരലോകം അന്വേഷിച്ച് പോയതാണ്. ചെറുപ്പത്തിലെ ജീവിതങ്ങളില്ല. ഇവിടെയാണ് കഷ്ടപ്പാടും പരിവട്ടവും. അങ്ങ് പരലോകത്ത് പോയെങ്കിലും സൂചിക്കട്ടെന്നാ. പരലോകം എടാ, ഈ പരലോകവും സ്വർഗവും ഒക്കെ ഇവിടെ ഭൂമിയിൽ തന്നെ ഉണ്ട്. നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ച അതൊക്കെ ഇവിടെ തന്നെ അനുഭവിക്കും. അണ്ണാ എന്നാ പിന്നെ 1000 രൂപ അഡ്വാൻസ് വേണ്ട. ചുമ്മാ ഈ തേപ്പ് മാലകളൊക്കെ വാങ്ങിച്ച് കഴുതിലിട്ട് ചുമ്മാ തേങ്ങ ഒട്ടണത്തിനണ്ണ. ഇപ്പോഴെങ്കിലും ബോധ്യമായല്ല എന്തൊക്കെ ഉടായ്പകളാണ്. മാല, കമ്മൽ, മോതിര, മുട്ട, കോഴി, നാരങ്ങ, രോഗശാന്തി ശുശ്രൂഷ, പരലോകം, തീനരകം, പിന്നെ 1000 പേർക്കുള്ള നോട്ടീസ് അയക്കും. ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതിന് ശേഷം അതൊക്കെ നിന്നിട്ടുണ്ട്. ഷെയർ ചെയ്താൽ മതി. 1000-10,000 പേർക്ക് ഷെയർ ചെയ്യും.